ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രാഫ്റ്റ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴയ ജീൻസ് ഉപയോഗിച്ച് 3 പൗച്ചുകൾ വളരെ എളുപ്പത്തിൽ തുന്നലൊന്നും ഇല്ലാണ്ട്, സ്റ്റിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റിച്ചിങ്ങും വേണ്ട, കൈത്തുന്നലും വേണ്ട, ഒന്നുമില്ലാണ്ട് ഗ്ലൂ ഉപയോഗിച്ച് മാത്രം നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ജീൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പൗച്ച് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജീൻസിൻ്റെ ഏറ്റവും അടിവശത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള ആ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് ഈ പൗച്ചിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം ജോയിൻ ആയിട്ട് തന്നെയല്ല ഇരിക്കുന്നത്, അങ്ങനെ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശവും അങ്ങനെ ജോയിൻ അല്ലെങ്കിൽ നമുക്ക് അത് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം കണ്ടില്ലേ, ഇതേപോലെ ജോയിൻ ആയിട്ടുണ്ട്, ഒരു വശം മാത്രമേ തുറന്നിരിക്കണുള്ളൂ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് വെക്കുക. സിബ് വെച്ചിട്ട് നമുക്ക് ഈ സിബിലേക്ക് ഈ ജീൻസിൻ്റെ തുണി ഒട്ടിക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു തവണ മടക്കി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം എഗെയിൻ ആ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിബിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ വശവും ചെയ്യുക. ആദ്യം തന്നെ തുണി നമ്മൾ ചെറുതായിട്ട് സൈഡില്ലേ അത് കുറച്ചൊന്ന് മാത്രം മടക്കി ഒട്ടിക്കുക, സോ ദാറ്റ് എഡ്ജസ് നല്ല നീറ്റായിട്ട് ഇരിക്കണ്ടേ. അതിനുശേഷം നമുക്ക് സിബിലേക്ക് ഒട്ടിക്കാനായിട്ട് നമുക്ക് ആക്ച്വലി കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൽ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ തുണി ആ സിബിലേക്ക് വെക്കാവും നന്നാവുക. ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഫാബ്രിക്കിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സിബിലേക്ക് ഒട്ടിക്കുക ചെയ്തത്. ഞാൻ പറയുമായിരുന്നു കുറേ കൂടി എളുപ്പം എന്ന് പറയുന്നത് സിബിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തുണി ഒട്ടിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന സിബ് ഉണ്ടല്ലോ അത് വെട്ടിക്കളയാം കേട്ടോ. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കുക. ഇപ്പോൾ നല്ല വശമാണല്ലോ, നമുക്ക് ചീത്ത വശത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇനി എന്താ ഭയങ്കര എളുപ്പമൊന്നുമില്ല, സൈഡുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ രണ്ടും സ്റ്റിച്ച് കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഫുൾ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സൈഡിൽ ഇതേപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക. കഴിഞ്ഞു, എന്തെളുപ്പമാണെന്ന് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കുറേ നാൾ നിൽക്കും. ഇത് നമ്മൾ ബലം പ്രയോഗിച്ച് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുകയാണെങ്കിലൊക്കെ പറഞ്ഞു വരുള്ളൂ. നമുക്കിപ്പോൾ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാരണ പോലെ ഉപയോഗിക്കാനാണെങ്കിൽ പെർഫെക്റ്റ് ആണ്, നിൽക്കും. ഇനി വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അതും നല്ലതാണ്. പക്ഷേ ഫാബ്രിക് ഗ്ലൂ ഒട്ടി വരാൻ ഒരുപാട് സമയമെടുക്കും. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചും കൂടി സമയക്കുറവ്, എന്നുവെച്ചാൽ സമയം കുറച്ചും കൂടി ലാഭിക്കാം എന്നർത്ഥം. ഇനി സൈഡിൽ ഞാൻ കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ശരിയായിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കോർണേഴ്സൊക്കെ നല്ല ഷാർപ്പാക്കി വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. പൗച്ച് റെഡിയാണ്. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം, പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജീൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എംബ്രോയിഡറി പാച്ച് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിൽ ഉണ്ടാക്കിയ പാച്ചാണല്ലോ ഇത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണത്. രസമില്ലേ കാണാനായിട്ട്? നല്ല ഉപയോഗമാണിത്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ മേക്കപ്പൊക്കെ വെക്കും. കുറച്ച് മേക്കപ്പ് നമുക്ക് പുറത്തേക്ക് പോകാൻ ആവശ്യമുള്ള മേക്കപ്പൊക്കെ വെച്ചിട്ട് ബാഗിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ സൗകര്യമാണ് അല്ലേ. അടുത്ത പൗച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ് കേട്ടോ, കുറച്ചുകൂടി വലിയ പൗച്ചാണ്. ഇതിനായിട്ട് എഗെയിൻ നമുക്കൊരു പീസ് ഓഫ് ക്ലോത്ത് ജീൻസിൽ നിന്ന് വെട്ടിയെടുക്കണം. ഞാൻ പറയാം എപ്പോഴും കാലിൻ്റെ അറ്റത്തുള്ള ഭാഗത്തു നിന്ന് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇതേ കണ്ടോ, ഇങ്ങനത്തെ അറ്റത്തുള്ള ഭാഗത്തു നിന്ന് വെട്ടിയെടുക്കുകയാണ് നല്ലത്. റാദർ ഈ മുകളിലേക്ക് പോകും തോറും എന്താ വെച്ചാൽ ജീൻസിൻ്റെ ഭാഗത്ത് കുറച്ചിങ്ങനെ സ്ലാൻഡിങ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിബിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തില്ലേ പൗച്ചിന് വേണ്ടിയിട്ട്, അതേ പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് മാത്രമേ അതിന് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇപ്പം എന്തായാലും അതേ പ്രോസസ്സാണ്. ഇതേയുണ്ട്, ഇവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ കൂടി എളുപ്പമാണ്. ഇനി എക്സ്ട്രാ സിബ് വെട്ടിക്കളയുക, മറിച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് സൈഡ് ഒട്ടിക്കാം. സൈഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബ് നടുക്കിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, സാധാരണ പോലെ സൈഡ് ഒട്ടിക്കുക ചെയ്തത് അല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ സിബിനെ നമ്മൾ നടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണത്, സൈഡ് ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കോർണേഴ്സ് ഉണ്ടല്ലോ. കോർണേഴ്സിൽ ഞാനിപ്പോൾ 1 ഇഞ്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ച് വരെ വേണമെങ്കിൽ, വലിയ പൗച്ചാണെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ പോവും. ഇതിപ്പോൾ ഞാനൊരു നോർമൽ വലിപ്പമുള്ളൊരു പൗച്ചാണ് ഉണ്ടാക്കണേ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണേഴ്സിൽ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനത്തെ സ്ക്വയർ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ്, ഇങ്ങനത്തെ
സ്ക്വയർ വരച്ചു കൊടുക്കുക 4 ഭാഗത്തു കേട്ടോ. ഞാനിപ്പോൾ സ്കെച്ച് പെന്നാണ് ഉപയോഗിക്കുന്നത്. സ്കെച്ച് പെൻ കൊണ്ട് ഈസിലി വരയ്ക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ 4 ഭാഗത്തും 1 ഇഞ്ച് വീതിക്കുള്ള സ്ക്വയേഴ്സ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷേ സംഗതി ഭയങ്കര എളുപ്പമാണ്. ഒന്ന് അതിൻ്റെ ഒരു നാക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഇൻ കേസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തുണി സ്ക്വയർ ഷേപ്പ് നമ്മൾ വരച്ചിട്ടില്ലേ, അത് അതേപോലെ തന്നെ ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ വെട്ടിക്കളയാന്നുള്ളതാണ് 4 ഭാഗത്തും കേട്ടോ. അതേ രീതിയിൽ 4ഉം ഈക്വൽ ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ 2 ഇഞ്ച് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗത്തും 2 ഇഞ്ച് വീതം എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, പൗച്ചിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് എടുക്കുക. ഒരു മീഡിയം പൗച്ചിന് 1 ഇഞ്ച് മതിയാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ വെട്ടിയിട്ടില്ലേ, അതിൻ്റെ കണ്ടോ, ഇതേപോലെ ആക്കണം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഓക്കെ, ഇതെങ്ങനെ എനിക്ക് പറയണ്ടതെന്ന് അറിയണില്ലല്ലോ, ഈശ്വരാ. കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ വേണ്ടത്, അതിൻ്റെ പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഗ്ലൂവിലല്ലേ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഉള്ളിൽ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. 4ഉം അതേപോലെ തന്നെ ചെയ്യാം. അതേ കണ്ടു, ഇതേപോലെ ഇതിൻ്റെ വായ തുറക്കണ പോലെ അങ്ങോട്ട് തുറക്കുക. ഓക്കെ, തുറന്നതിന് ശേഷം അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. 4 വശവും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ റെഡിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു നാക്ക് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞാൽ സംഗതി റെഡിയായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ലേ, നമുക്ക് സിബ് തുറക്കുക, എന്നിട്ട് അതിന് നല്ല വശത്തേക്ക് കൊണ്ടുവരിക, മറിച്ചെടുക്കുക, കോർണേഴ്സൊക്കെ ഒന്ന് നല്ലവണ്ണം റെഡിയാക്കുക. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പൗച്ച് കിട്ടും എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടും ഇതിനകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് എന്താണ് ആക്ച്വലി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതേപോലെ പാച്ച് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ഇതും ഇന്നലെ നമ്മൾ എംബ്രോയ്ഡറി പാച്ച് ജീൻസിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് ഒട്ടിച്ചു കൊടുക്കണത്. ഇതിലിപ്പോൾ ഞാൻ ഇമ്മക്കുട്ടിയുടെ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെയർ ബാൻഡ്സ് അല്ല, ഹെയർ ബോസ് ഇല്ലേ, ഇലാസ്റ്റിക് ടൈപ്പിലുള്ളത്, അതൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്, ഏതൊക്കെ കളേഴ്സാണ്, ഏതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട്. നമുക്കിനി എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ, നമ്മുടെ സൗകര്യം. ഇനി മേക്കപ്പ് തന്നെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോട്ട്ലി ബാഗില്ലേ, അങ്ങനത്തെ ഒരു മോഡലാണ്. ആ മോഡലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നീളം കൂടുതൽ, വീതി കുറച്ച് കുറവാണ്, നീളം കൂടുതൽ എന്നുള്ള ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ ബോക്സ് പോലെ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് 4 വശവും സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത്തവണ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വശവും ഓപ്പൺ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ 2 പൗച്ചിനും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം മാത്രമേ ഓപ്പൺ ആയിരുന്നുള്ളൂ. ഇതിപ്പോൾ 2 വശവും നമുക്ക് ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കി ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചീത്ത വശം ഇല്ലേ, അതിനെ നല്ല വശത്തേക്ക് വേണം മടക്കി ഒട്ടിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഇപ്പോൾ ജീൻസിൻ്റെ നല്ല വശമല്ലേ ഇത്, അപ്പോൾ നമ്മൾ ഉള്ളിലേക്കല്ലേ മടക്കി അടിക്കാറുള്ളത് സാധാരണ. പക്ഷേ ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വശത്തേക്ക് തന്നെ മടക്കണം. ഓക്കെ, റെഡി അല്ലേ? ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ടിനെയും തമ്മിൽ യോജിപ്പിക്കണം. യോജിപ്പിക്കാനായിട്ട് ഈ നല്ല വശം കൂടി ഒരുമിച്ചാണ് നമ്മൾ വെക്കണത്. ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ചാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തുറന്നിട്ട് നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടില്ലേ, ആ മടക്കി വെച്ച ഭാഗത്ത് ഗ്ലൂ ഒട്ടിക്കേണ്ട, ആ മടക്കി വെച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 3 വശത്തും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടിക്കുക കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം മറിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡിയാണ്, പൗച്ച് റെഡിയാണ്. ഇനി നമുക്ക് ആ സ്ട്രിങ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. സ്ട്രിങ് ഇടാനായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ഏതെങ്കിലും ജൂട്ടിൻ്റെ ത്രെഡ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ജീൻസിൻ്റെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങനെ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും നൂല് പോലത്തെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഭംഗി ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ അതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തുനിന്ന് ഇതേപോലെ കോർത്തെടുക്കുക എന്നുള്ളതാണ്. കോർത്തിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് മറ്റേ ഭാഗത്ത് കൂടെ കൊണ്ടുവരിക. അതേ കണ്ടോ, മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു നമ്മൾ. എന്നിട്ട് ഇതേപോലെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ത്രെഡ് ഇട്ടു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ഒരു സാറ്റിൻ റിബണും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും മുമ്പ് സാറ്റിൻ റിബൺ ആയതുകൊണ്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നൂല് പുറത്തേക്ക് വരും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ
എവിടെയാണോ ആ നൂലിൻ്റെ വള്ളി കിടക്കണത്, അതായത് ഈ സാറ്റിൻ റിബണിൻ്റെ വള്ളി കിടക്കണത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ എന്താ, രണ്ട് വശത്തും വള്ളി ഉണ്ടാവണം. അതിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഒന്നുമില്ല. ഇനി ആ സാറ്റിൻ റിബൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അറ്റത്ത് കെട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്, സോ ദാറ്റ് നൂലിങ്ങനെ പുറത്തേക്ക് പോരാണ്ടിരിക്കുക. കൈ കൊണ്ട് അപ്പം തന്നെ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യണത് ഒരു ബോ ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ അടുത്ത ക്രിസ്മസ് ക്രാഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ ഇതൊക്കെ പെൻസിലൊക്കെ സ്റ്റോർ ചെയ്യാനും സ്കെച്ച് പെൻസിൽ സ്റ്റോർ ചെയ്യാനും ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വേണ്ട മെഷർമെൻറ്റിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായി വലിച്ചിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പൂക്കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെയും നിന്നോളും. ഇത് നല്ല രസമായിട്ടുള്ളൊരു സ്റ്റോറേജിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 പൗച്ചുകളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിനി അടുത്ത ക്രാഫ്റ്റായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ഉമ്മ.